ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് കശ്മീരിലുള്ള ശ്രീനഗറിൽ വന്നിട്ട്. ഫസ്റ്റ് ഡേ നമ്മൾ എവിടെയാണ് പോയത്? സോനമാർഗിൽ പോയി. അവിടെ പോയി ഐസൊക്കെ എടുത്ത് കുറച്ച് കളിച്ചു. അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പോകാനായിട്ട്, ഗുൽമാർഗ്. അപ്പൊ സോൻമാർഗിനെക്കാട്ടിലും മഞ്ഞും ഐസും ഒക്കെ ഉള്ള സ്ഥലമാണ് ഗുൽമാർഗ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഗുൽമാർഗിൽ ഗണ്ടോള റൈഡ്, അതായത് നമ്മുടെ റോപ്പ് വേ റൈഡ് ഉണ്ട്. പക്ഷെ അത് നേരത്തെ ബുക്ക് ചെയ്യണം. ഒരു 4-5 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. സോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു റൈഡ് എൻജോയ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. പക്ഷേ വേറെ അവിടെ ഉള്ളൊരു 6 പോയിന്റിലേക്ക് നമ്മളെ അവിടുന്ന് ടാക്സിക്കാരൻ കൊണ്ടുപോയി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അടിപൊളി സ്ഥലങ്ങളാണ്. അവിടെയാണ് മറ്റേ നമ്മൾ ഈ മഞ്ഞിൽ കിടന്ന് ഉരുളും സ്കീയിങ് ചെയ്യും എല്ലാം ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് അവിടെയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. 2 മണിക്കൂർ എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഷിക്കാരയിൽ നമ്മൾ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ വണ്ടിയിൽ കയറുന്നു, നേരെ ഗുൽമാർഗിലേക്ക് വിടുന്നു. ഒരു ബോട്ട് വരുന്നു, അതും കാണിച്ചു. ഹായ്. ഗൈസ്, നമ്മൾ അങ്ങനെ ഗുൽമാർഗ് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഗുൽമാർഗിന്റെ പാർക്കിംഗ്. ഇവിടുന്ന് നമ്മൾ ഐദർ പോണി റൈഡിൽ പോണം, അല്ലെങ്കിൽ ടാക്സിയിൽ പോണം, അല്ലെങ്കിൽ നടക്കണം. സോ വി ചൂസ് ടു വാക്ക്. നമ്മൾ എന്തായാലും ഒരു കുഞ്ഞ് ട്രക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമ്മളിത് നടന്ന് അങ്ങോട്ടേക്ക് പോവാൻ പോവാ. എന്താണ് അവിടുത്തെ വ്യൂ എന്ന് കാണാം നമുക്ക്. നമ്മളങ്ങനെ ഒരു പോയിന്റിലെത്തി. ഇവിടുന്ന് ട്രക്ക് ചെയ്യുവാണ്. ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര വലിയ ട്രക്കിംഗ് അല്ല, പക്ഷേ റിസ്കിയാണ്. അതെ, അതായത് നമ്മൾ ഐസിന്റെ മേളിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പൊ നല്ല സ്ലിപ്പറിയാണ് ഐസ്. കണ്ടോ, ഇതിൽ കൂടെ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണു പോകും. അപ്പോൾ ഒന്നുമില്ല നമ്മുടെ ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഹീല് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ള് നമ്മൾ കാലിൽ കൊടുത്തിട്ട് വേണം നടക്കാൻ. നല്ല രസമുണ്ട് ഐസിന്റെ പുറത്തൂടെ ഇങ്ങനെ നടക്കാൻ. പക്ഷേ ബി കെയർഫുൾ കുഞ്ഞു, കെയർഫുൾ ആയിട്ട് നടക്കണേ. അതെ, ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു അരുവി കണ്ടു. അവിടത്തെ മഞ്ഞൊക്കെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ജാനൊക്കെ ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് ഉറച്ച് കഴിയും മഞ്ഞിൽ. കണ്ടോ, ആ തടിയുടെ മുകളിൽ ചെറുതായിട്ട് മഞ്ഞൊക്കെ കിടക്കണ കാണാൻ ഭയങ്കര രസമുണ്ട് അല്ലേ ഏട്ടാ? നല്ല രസമുണ്ട്. വാവ്, അടിപൊളി. വാ ഫോട്ടോ എടുക്കണം. നമ്മളിത് ആ കാണുന്ന മലയാണ്. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ കയറും, എന്നാലും നമ്മൾ തിരിച്ചിറങ്ങും. അതാണ് നമ്മുടെ കുട്ടി ട്രക്കിംഗ്. മഞ്ഞുമല കയറുകയാണ് ഗായ്സ്. യെസ്. അയ്യോ,
ഞാൻ ഇവിടെ പോക്കറ്റിൽ ടൈം ലാപ്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ അപ്പുറത്തെ സൈഡ് വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളല്ലേ ഏട്ടാ? അതെ, അടിപൊളി. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. ദേ ആ കാണുന്ന പൈൻ ട്രീസ്, അതിൻ്റെ അപ്പുറത്തേക്ക് 9 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. പിന്നെ നമ്മളിത് ഈ കാണുന്ന മൗണ്ടെയ്ൻസ് ഉണ്ടല്ലോ, ദേ മേളിൽ കാണുന്ന മൗണ്ടെയ്ൻസ്, ഇതുപോലുള്ള മൗണ്ടെയ്ൻസിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പും ഉണ്ട്. ഇങ്ങോട്ടേക്ക് നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടോ, നമ്മുടെ ഗൈഡ് ചേട്ടൻ സൂപ്പർ ചേട്ടൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തുള്ള അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. നമ്മൾ സൂപ്പർ ഹാപ്പിയാണ്. നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മഞ്ഞുമലയിലേക്ക് വരിക, എവിടെ കൂടെയൊക്കെ നടക്കുക എന്നുള്ളത്. സോ അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. നമ്മളൊരു പോയിന്റിൽ റെസ്റ്റിംഗ് ടൈം എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഗൈഡ് ചേട്ടൻ ചെറുതായിട്ടൊന്ന് ഫയർ കൂട്ടാൻ വേണ്ടിട്ട് പോവാണ്. സോ എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്റെ പൊന്നെ, ഞങ്ങൾ അന്വേഷിച്ചപ്പം ട്രെക്കിംഗ് വിന്ററിൽ പോസിബിൾ അല്ല എന്നായിരുന്നു കിട്ടിയത്. കാരണം നോർമലി ട്രെക്കിങ്ങിന് ആൾക്കാർ വരുന്നത് സമ്മറിലാണ്. അതെ, പക്ഷേ ഞങ്ങൾ ചോദിച്ചവരാരും സജസ്റ്റ് ചെയ്തില്ല ട്രെക്കിംഗ് പോസിബിൾ ആണെന്ന്. പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഇതാ കീഴിലൊരു ചേട്ടനെ കിട്ടി ഇവിടുന്ന്. ഇവിടെ ആരും ഇല്ല ശരിക്കും. ഞങ്ങൾ ശരിക്കും ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിൽ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇനി മുകളിലോട്ട് പോകാൻ പോവാണ്. ഹലോ ഗായ്സ്, ഈ പോയിന്റിന്റെ പേരാണ് തക് പോയിന്റ്. ഇവിടെ ഒരു ലേക്ക് വന്നിട്ട് ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ചെറിയ പോണ്ട്, ലേക്ക് അല്ല, ഒരു പോണ്ട്. ഓക്കെ, പരിക്കേറ്റിരിക്കുന്നു ഗൈസ്, പരിക്കേറ്റിരിക്കുന്നു. മുള്ളിന്റെ ഇടയിൽ ചെന്ന് കയറി കൊടുത്തു. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഭയങ്കര പാടാണ്. അപ്പൊ ഈ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഈ പോണ്ട് ഞാനും തൊടാൻ പോവാണേ. സൂപ്പർ. ആണോ? കേട്ടോ, ഞാൻ ഇവിടെ തട്ടിയപ്പോൾ അവൾക്ക് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ ഏട്ടാ, എനിക്ക് ഒരു ഫോട്ടോ വേണം. അപ്പോൾ നമ്മുടെ ട്രെക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ, നമ്മൾ കൂട്ടിക്കൊണ്ട് വന്ന ചേട്ടൻ ഇവിടെ ചെറുതായിട്ട് തീയൊക്കെ കൂട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ആർമി ഏരിയ ആണ്, നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, ആക്ച്വലി ഈ ഏരിയയിൽ ഇതുവരെ ആരും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് ഇതുവരെ മീൻസ് നമ്മൾ വന്ന ഈ ടൈമിൽ ആരും വന്നിട്ടില്ല. വേറെ ആൾക്കാർ വരുന്നുണ്ടാകും, കാരണം ആർക്കും ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് തന്നെയായിരുന്നു, ആരും വരാത്തൊരു ഏരിയ ഞങ്ങൾക്ക് വേണം, സീക്രട്ട് പ്ലേസ് ഒക്കെ ഞങ്ങൾക്ക് വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വന്നു. നിറയെ പ്രൈവസി ഉണ്ടായിരുന്നു. അടിപൊളി, നല്ല എക്സ്പീരിയൻസ്. വാവ്, സൂപ്പർ. കൂടി കയറി ഇങ്ങനെ കയറി വന്ന് ഇതുവഴി ഇറങ്ങി
നമ്മളിത് ഇവിടെ എത്തി നിൽക്കുകയാണ് ഗായ്സ്. അയ്യോ അമ്മോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഞാൻ അവിടുത്തെ ആ അരുവിന്ന് ഞാനൊരു കല്ലെടുത്തു, കാശ്മീരിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. നല്ല കല്ലല്ലേ, കൊള്ളാം, ഓവൽ ഷേപ്പ്, രസമുണ്ട്. അപ്പൊ നമ്മളിനി തിരിച്ച് നമ്മളുടെ വണ്ടിയിലേക്ക്. നോർമലായിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് അവർ ഈ വഴി കൂടിയാണ് ഫുൾ കുതിരയുടെ മേലെ കൊണ്ടുപോകാം, പോണി റൈഡ്, പിന്നെ കാറിൽ ജീപ്പിൽ കൊണ്ടുപോകാം ഒക്കെ. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ട്രക്കിംഗ് ആണ്. ആരും പോകാത്ത വഴി അത് ആ വഴി കാണിച്ച്, ആ വഴി. യെസ്, അത് ഫുൾ കയറി ഇറങ്ങി നമ്മൾ ഇവിടെ വന്ന് കയറി.